പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാണ്ട് 400-ലധികം എന്നുള്ള നിലയിലേക്ക് പോയിരിക്കുന്നു മരണസംഖ്യ. ഇനി എത്ര കൂടും എന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായി വയനാട് ദുരന്തം മാറിയിരിക്കുന്നു എന്നുള്ളത് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ദുരന്തത്തിൻ്റെ ദൈന്യതയുടെയൊക്കെ വിശദാംശങ്ങളെക്കുറിച്ചിട്ടൊന്നും ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. അതൊക്കെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം, ഒരു അതിഭീകരനായിട്ടുള്ള വനം കൊള്ളക്കാരൻ, ഒരു കാട്ടുകള്ളൻ, ഒരു ദൃശ്യമാധ്യമ ചാനൽ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം ആ ചാനലിൽ ഇരുന്നു കൊണ്ട് ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയാണ് എന്ന വ്യാജേന ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി 10 കാശ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഈ പറഞ്ഞ പോലെ ദയനീയമായിട്ടുള്ള, ഏറ്റവും വൃത്തികെട്ട ഒരു ഭാഗം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനൽ യഥാർത്ഥത്തിൽ അടച്ചുപൂട്ടേണ്ടതാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ പറയാം. ആ ചാനലിൻ്റെ ഉടമ ആൻഡോ അഗസ്റ്റിൻ, അയാളുടെ സഹോദരൻ റോജി അഗസ്റ്റിൻ, പിന്നെ വേറൊരാൾക്കുണ്ട്. അവർ 3 പേരും 1-2 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് 2-3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നി, 2020 അവസാനമാണെന്ന് തോന്നുന്നു, വയനാട്ടിൽ നടന്ന അതിഭീകരമായിട്ടുള്ള വനം കൊള്ള കേസിലെ പ്രതികളാണവർ. മുട്ടിൽ മരമുറി എന്നാണ് നമ്മളത് കേട്ടിരുന്നത്. എനിക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് മാത്രമല്ല, ഞാനൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് വരെ പോയതാണ്. ആ മുട്ടിൽ മരമുറി എന്താ സംഭവിച്ചത്? പട്ടയഭൂമിയിൽ നിന്ന് മുറിക്കാൻ അനുവാദമില്ലാത്ത ഈട്ടി, തേക്ക്, കരിമരം എന്നൊക്കെ പറയുന്ന, എബണി എന്നൊക്കെ പറയുന്ന, കരിമരം എന്നൊക്കെ പറയുന്ന മരങ്ങൾ, രാജകീയ വൃക്ഷങ്ങൾ എന്നാണ് പറയുന്നത്, മുറിച്ച് മാറ്റാൻ പാടില്ലാത്തതാണ്. അത് ഒരു അനധികൃതമായിട്ടുള്ള ഉത്തരവിൻ്റെ ഭാഗമായി കോടികളുടെ, ഏതാണ്ട് 250-300 കോടി രൂപയുടെ മരം വയനാട്ടിലെ മുട്ടിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുറിച്ച് എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് ഏതാണ്ട് 250-300 കോടി രൂപ ഉണ്ടാക്കിയെന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മരമുറി കേസിലെ 1-2 പ്രതികളാണ് ഈ ആൻഡോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനും. എന്താ സംഭവിച്ചെന്നറിയാവോ? അന്ന് അധികാരത്തിൽ നിന്ന് ഗവൺമെൻറ്റുമായി ഗൂഢാലോചന നടത്തിയിട്ട് ഈ പട്ടയഭൂമിയിൽ നിൽക്കുന്ന ഈ മരങ്ങൾ മുറിക്കാം എന്ന് പറയുകയും അത് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും എന്ന് പറയുന്ന വളരെ ദുരൂഹവും വിചിത്രവുമായിട്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് റവന്യൂ വകുപ്പിൽ നിന്ന് സമ്പാദിക്കുകയും, അന്ന് റവന്യൂ വകുപ്പ് സെക്രട്ടറി ജയതിലക എന്ന് പറഞ്ഞിട്ടുള്ള IAS ഉദ്യോഗസ്ഥനാണ്, സമ്പാദിക്കുകയും അതിൻ്റെ പേരിൽ ഏതാണ്ട് ഒരു 100ഓളം ദിവസം അതിഭീകരമായിട്ടുള്ള മരം വെട്ട് നടത്തി 250-300 കോടി രൂപയുടെ മരം വെട്ടി അത് കയറ്റുമതി ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇത് വലിയ വിവാദമാവുകയും ആ ഉത്തരവ് റദ്ദാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഇങ്ങനെ വിചിത്രമായൊരു ഉത്തരവ് ഇറങ്ങി. ആ ഉത്തരവെന്ന് പറഞ്ഞാൽ എന്താ? ഈ രാജകീയ മരങ്ങൾ വെട്ടാൻ ഒരു കാലത്തും അനുവാദമില്ലാത്ത ഈ തേക്ക്, ഈട്ടി, എബണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മരങ്ങൾ പട്ടയഭൂമിയിൽ മുറിച്ചു മാറ്റാമെന്നും ആ മുറിച്ചു മാറ്റുന്നത് തടയാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു വിചിത്ര ഉത്തരവ് റവന്യൂ വകുപ്പിൽ നിന്ന് അന്ന് വാങ്ങി. അന്ന് മന്ത്രി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ CPIയുടെ മന്ത്രിയായിരുന്നു. വാങ്ങി അതിൻ്റെ പേരിൽ ഒരു 100 ദിവസത്തോളം അതിഭീകരമായിട്ടുള്ള മരമുറി നടത്തി. ആ മരമെല്ലാം വെട്ടി അത് കയറ്റുമതി ചെയ്ത് അതിൽ നിന്ന് കാശുമെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ദുരൂഹമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഓർഡറാണെന്ന് പറയുന്നു, വിവാദമുണ്ടാകുന്നു, ഓർഡർ റദ്ദാക്കുന്നു. പക്ഷേ അതിനിടയിൽ 200-300 കോടി രൂപയുടെ മരം കയറിപ്പോയി. ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ശതകോടികൾ വില കിട്ടുന്ന ലക്ഷങ്ങൾ, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടിയൊക്കെ വില കിട്ടുന്ന ഓരോ ഈ പറഞ്ഞ പോലെ ഈട്ടി, തേക്ക് മരങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം വിറ്റതിന് ശേഷം ആ ഉത്തരവ് റദ്ദായി പോകുന്നു. ആ കേസിൽ 1-2 പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവനാണ് ഈ ആൻഡോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനും. ആ കേസിൻ്റെ തുടർ നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽപ്പെട്ട ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിൽ നേരത്തെ അയാൾ ഭാഗമായിരുന്നു. അയാൾ ഈ മരമുറി നടന്നതിനെ തുടർന്ന് അയാൾ കുറച്ച് കാശും കൂടെ മുടക്കി റിപ്പോർട്ടർ ചാനൽ അയാൾ വാങ്ങി. റിപ്പോർട്ടർ ചാനൽ വാങ്ങിയിട്ട് ആ റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആയിട്ട് അയാൾ ഇപ്പോൾ ഇരിക്കുകയാണ്.
അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 2023 വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രസക്ത ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ആ മാധ്യമപ്രവർത്തകൻ്റെ പേര് ശ്രീമാൻ MP ബഷീർ എന്നാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹം 30/7/2023 അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. വിശദമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, അതിലെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാം. ആ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. ഇനി ചില സുഹൃത്തുക്കൾ ഉന്നയിച്ച ചോദ്യത്തിലേക്ക് വരാം. ബഷീർ പറയുകയാണ്, മുട്ടിൽ മരമുറി കേസിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ പങ്ക് എന്താണ്? എനിക്ക് ഉറപ്പിച്ച് പറയാവുന്ന കാര്യം ഇതാണ്. കാട്ടുകൊള്ളയിലേക്ക് നടത്തിയ ഗൂഢാലോചനയിൽ നികേഷ് കുമാർ പങ്കെടുക്കുകയോ കൊള്ളയുടെ പങ്ക് പറ്റുകയോ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ക്രിമിനലുകളുടെ ഗൂഢാലോചനയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്നും ഞാൻ കരുതുന്നില്ല. നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ക്രിമിനലുകളാണ് ഇവർ. ആര്? ഈ ആൻഡോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനും. സമാന്തരമായി ഈ ഗൂഢാലോചന നടക്കുമ്പോൾ തന്നെ അവർ റിപ്പോർട്ടർ ചാനലിൽ സജീവമായി ഇടപെട്ടിരുന്നു. റിപ്പോർട്ടറിൻ്റെ പേരും സൗകര്യങ്ങളും അവർ ദുരുപയോഗം ചെയ്തിരുന്നു. റിപ്പോർട്ടർ ചെയർമാൻ എന്ന ഇല്ലാ പദവി പറഞ്ഞ് റോജി അഗസ്റ്റിൻ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നേരത്തെ കോതമംഗലത്ത് പോയ അതേ റിപ്പോർട്ടറെ അഗസ്റ്റിൻ സഹോദരന്മാരുടെ കാറിൽ കയറ്റി വയനാട് കൊണ്ടുപോവുകയും അവർ പറയുന്ന പോലെ വാർത്തകൾ ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. കേസാവുകയും ഒളിവിലേക്ക് പോവുകയും ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വരെ അവർ റിപ്പോർട്ടർ ചാനൽ വരാറുണ്ടായിരുന്നു എന്നറിയാം. ഇത്രയുമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് ഈ MP ബഷീർ 2023 എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഭാഗമാണ് ഞാൻ വായിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ആ മുട്ടിൽ മരമുറി കൊള്ള നടക്കുന്ന സമയത്ത് ഈ ആൻഡോ സഹോദരന്മാർ നികേഷ് കുമാറിൻ്റെ ഓഫീസിൽ ഒളിവിൽ താമസിക്കുകയാണ്, അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ റിപ്പോർട്ടർ ചാനലിലെ ഈ മുട്ടിൽ മരമുറിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ വാളും വടങ്ങളും ഉൾപ്പെടെയൊക്കെ ഉള്ള പണിയായുധങ്ങൾ അവിടെ റിപ്പോർട്ടറിൻ്റെ ഓഫീസിൽ ഇരുന്നുവെന്നും അതെല്ലാം എടുത്തുകൊണ്ടു പോകണമെന്നും പറഞ്ഞ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നികേഷ് കുമാർ ഒരു പരാതി കൊടുത്തിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. റിപ്പോർട്ടർ ചാനലിലെ ഒരു ഡ്രൈവറെ കൊണ്ട് കോവിഡ് കാലത്ത് ഈ വെട്ടിമാറ്റിയ മരങ്ങൾ ഒരു ലോറിയിൽ വയനാടിന് പുറത്തേക്ക് കടത്താൻ അവർ ശ്രമിച്ചു എന്നുള്ളത് എനിക്കറിയാം. അതൊക്കെ അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം അവരെന്ത് ചെയ്തു? ഈ പണത്തിൽ ഒരു പങ്ക് ഉപയോഗിച്ച് റിപ്പോർട്ടർ ചാനൽ വിലയ്ക്ക് വാങ്ങി. അതിന് MD ആണ് ഇപ്പോൾ ഈ ആൻഡോ അഗസ്റ്റിൻ. അയാൾ അനിയനും ഉണ്ട് അവിടെ. എന്നിട്ട് അവർ റിപ്പോർട്ടർ ചാനൽ നടത്തിക്കൊണ്ടിരുന്നു. അവർ വനംകൊള്ളക്കാരിൽ നിന്ന് പെട്ടെന്ന് മാധ്യമപ്രവർത്തകർ എന്നുള്ള ലേബലിലേക്ക് അവർ വന്നു, അത് നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് നികേഷ് കുമാറിന് ഒരുപാട് കേസുകളുണ്ടായിരുന്നു. ആ കേസുകൾ കൊടുത്ത ഒരു വനിതയ്ക്ക് 15 കോടി രൂപ നികേഷ് കുമാർ കൊടുത്തു. അതിൽ 13 കോടിയും ഈ ആൻഡോ അഗസ്റ്റിനാണ് കൊടുത്തതെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ടും അതിന് മറുപടിയില്ല സുഹൃത്തുക്കളെ. അത് കൊടുത്തു. കാരണം ഈ മുട്ടിൽ മരമുറി ഈ വെട്ടിയ പൈസ ഇരിക്കുകയല്ലേ ഈ കാട്ടുകൊള്ളക്കാരൻ്റെ ഈ വനം കൊള്ളക്കാരൻ്റെ ഇരിക്കൽ, അത് എടുത്തു കൊടുത്തു. ഇപ്പോൾ അയാൾ രംഗത്ത് വന്നിരിക്കുന്നു. എന്ത് പറഞ്ഞുകൊണ്ട്? അയാൾ 150 ഏക്കർ സ്ഥലം സർക്കാരിന് വാങ്ങിച്ചു കൊടുക്കാം, അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അയാൾ രംഗത്ത് വന്നു. അതായത് ഈ വയനാട്ടിൽ നടന്നിട്ടുള്ള പരിസ്ഥിതി ശോഷണത്തിൽ മുട്ടിൽ വനം കൊള്ളയിലൂടെയും മരം കൊള്ളയിലൂടെയും ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുള്ള ഈ കാട്ടുകള്ളൻ, ഈ വനം കൊള്ളക്കാരൻ ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഈ ദുരന്തം മുതലെടുക്കാൻ വേണ്ടിയിട്ട് അയാൾ വന്നിരിക്കുകയാണ്. അയാൾ എന്താ പറയുന്നതെന്നറിയാമോ? 150 ഏക്കർ സ്ഥലം ഞാൻ വയനാട്ടിൽ മേടിച്ചിട്ട് സർക്കാരിന് കൊടുക്കാമെന്നാണ് അയാൾ പറയുന്നത്. സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത്, ഈ വയനാട്ടിൽ 150 ഏക്കർ സ്ഥലം മേടിക്കാനുള്ള പണം എവിടെ നിന്നാണ് ഈ ആൻഡോ അഗസ്റ്റിൻ്റെ കയ്യിൽ വന്നത്? എവിടെ നിന്നാണ് വന്നത്? അത് മുട്ടിൽ മരം മുറിച്ചുണ്ടാക്കിയ 250-300 കോടി രൂപയിൽ നിന്നല്ലേ അയാൾ ഈ പണം ഉപയോഗിച്ചിട്ട് ഈ 150 ഏക്കർ വാങ്ങിക്കുന്നത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് പോകുന്നു. ഷിരൂരിൽ അയാൾ പോയിരുന്നില്ല, പക്ഷേ അയാൾ വയനാട്ടിൽ ചെല്ലുന്നു. വയനാട്ടിൽ ചെന്നിട്ട് അയാൾ മന്ത്രിമാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. വനം വകുപ്പ് മന്ത്രി ഇൻ്റർവ്യൂ ചെയ്യുന്നു, റവന്യൂ വകുപ്പ് മന്ത്രി ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവരൊക്കെ ഇയാളിൽ നിന്ന് ഇൻ്റർവ്യൂ വാങ്ങിക്കാൻ പാടുണ്ടോ സുഹൃത്തുക്കളെ? കാരണം അയാളൊരു വനംകൊള്ള കേസിലെ പ്രതിയല്ലേ. അപ്പോൾ അവരുമായിട്ട് അവർ ഒരു ബന്ധം അവർ സ്ഥാപിക്കുന്നു. എന്നിട്ടിപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ 150 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു ടൗൺഷിപ്പ് വികസിപ്പിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ചാനലിൽ വന്നിരുന്നു കൊണ്ട് സർക്കാരിനെ ഈ പറഞ്ഞ പോലെ വാനോളം പുകഴ്ത്തിയിട്ട് അവസാനം അദ്ദേഹം പറയുന്നു, ഈ പ്രപ്പോസൽ ഉടനടി തന്നെ നടപ്പിലാക്കണം, പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ആ സ്ഥലം മേടിച്ച് സർക്കാരിന് കൊടുത്തിട്ട് ആ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ആ പദ്ധതി കൂടി കയ്യിലേക്ക് വാങ്ങി
ഈ ദുരന്തത്തിലൂടെ എങ്ങനെ 10 പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ശതകോടികൾ ഉണ്ടാക്കാം, അതാണ് ഈ വനം കൊള്ളക്കാരൻ്റെ, ഈ കാട്ടുകൊള്ളക്കാരൻ്റെ ലക്ഷ്യം. അയാൾ ചാനലിൽ നിന്ന് പറയുകയാണ്, അയാൾക്ക് ഈ ആളുകൾ ദുരന്തത്തിൽ മരിച്ചൊന്നുമല്ല, പണം ഉണ്ടാക്കണം ഇതിലൂടെ, അതാണ് അയാളുടെ ലക്ഷ്യം. എനിക്ക് ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇയാൾക്കെതിരെ ശബ്ദം ഉയർത്തണ്ടേ? ഇയാളൊരു വനം കൊള്ള കേസിൽ പ്രതിയല്ലേ? ഇയാളൊരു മാധ്യമപ്രവർത്തകനാണോ? ഇയാൾ ദുരന്തം നടന്ന സമയത്ത് അതിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സ്ഥാപനമൊക്കെ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഇയാൾ ഈ കാണിക്കുന്ന ഈ വൃത്തികേടുകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പത്രപ്രവർത്തക സംഘടനകൾ വരേണ്ടതല്ലേ? ഇയാൾ പത്രപ്രവർത്തകനാണോ? ഇയാൾ ആ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറല്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ചാനൽ തന്നെ യഥാർത്ഥത്തിൽ അടച്ചുപൂട്ടേണ്ടതല്ലേ? കാരണം ഈ ചാനലിന് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധനയായി ഞാൻ മനസ്സിലാക്കിയത്, ഈ ചാനലുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കെതിരെ ഒന്നും ക്രിമിനൽ കേസുകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഒരു ക്രിമിനൽ കേസുകൾ പോലും ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനും പോലുള്ള അവരുടെ പേരിൽ എത്രയോ ക്രിമിനൽ കേസുകളുണ്ട്. വനം കൊള്ള നടത്തിയ എത്രയോ ക്രിമിനൽ കേസുകളുണ്ട്. 250 കോടി രൂപയുടെ മരം വെട്ടി കയറ്റുമതി ചെയ്ത് അനധികൃതമായി പൈസ ഉണ്ടാക്കിയതിന് ക്രിമിനൽ കേസുകളിൽ കോടതി നടപടികൾ നേരിടുന്നവർക്ക് എങ്ങനെയാണ് ഒരു ചാനലിന് നേതൃത്വം കൊടുക്കാൻ കഴിയുക? യഥാർത്ഥത്തിൽ ഈ ചാനലിൻ്റെ ലൈസൻസ് റദ്ദാക്കുകയും ഈ ചാനൽ അടച്ചുപൂട്ടുകയല്ലേ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത്? അതുകൊണ്ട് ആ 2 കാര്യങ്ങളാണ് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, മാധ്യമപ്രവർത്തകർ ഇയാൾക്കെതിരെ ശബ്ദമുയർത്താത്തത് എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ചാനലിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ. ഏറ്റവും വലിയ ഗതികേട്, 300 കോടി രൂപയുടെ മരം വെട്ടി വിറ്റ് കാശുണ്ടാക്കിയ ഒരുത്തൻ വന്നിരുന്ന് അയാൾ കൂടി കാരണഭൂതനായിട്ടുള്ള ഒരു പരിസ്ഥിതി ദുരന്തത്തിൻ്റെ ഭാഗമായി അയാൾ ശതകോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദൃശ്യമാധ്യമ ചാനലിനെ ദുരുപയോഗം ചെയ്യുന്നു. എത്ര ഭീകരവും എത്ര നീചവും എത്ര വൃത്തികെട്ടതുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ ജനങ്ങൾ ചിന്തിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. നമ്മൾ ഈ ചാനൽ കാണാൻ പാടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ കാണാൻ പാടുണ്ടോ? കാരണം ദുരന്തം വിറ്റ് കാശാക്കുകയാണ് ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന്. ആരാണ് ആ മനുഷ്യൻ? കേരളത്തിലെ ഏറ്റവും വലിയ കാട്ടുകൊള്ളക്കാരനും വനം കൊള്ളക്കാരനും.